ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തിരുവനന്തപുരം. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മുടെ പോർട്ടിലേക്ക് ക്രെയിനുമായി വന്ന GHT മർനാസ് അല്ലെങ്കിൽ ഷെൻഹുവ 16നെയാണ് നമ്മുടെ പോർട്ടിൽ ബെർത്തിൽ മൂറിങ്ങിൽ നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഈ കപ്പലിൽ നിന്നും ക്രെയിൻ ഇറക്കുന്ന ഡീറ്റെയിൽ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ പോർട്ടിൽ ബെർത്തിങ്ങിലായിട്ടുള്ള GHT മർനാസ് എന്ന് പറയുന്ന കപ്പൽ 30/3/1982 ബിൽഡ് ചെയ്ത ഷിപ്പാണ്. ഏകദേശം 241 മീറ്ററാണ് ഷിപ്പിൻ്റെ ലെന്ത് അല്ലെങ്കിൽ ഷിപ്പിൻ്റെ നീളം എന്ന് പറയുന്നത്. 42 മീറ്ററാണ് ഷിപ്പിൻ്റെ വീതി അല്ലെങ്കിൽ ബീം എന്ന് നമുക്ക് പറയാം. 13.5 മീറ്ററാണ് ഷിപ്പിൻ്റെ ഡെപ്ത്. 8.5 മീറ്ററാണ് ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷിപ്പിൻ്റെ സേഫ് ബോട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഈ ബ്രിഡ്ജിൻ്റെ ഈ പോർഷനിലൊക്കെയാണ് നമ്മുടെ ക്രൂ മെമ്പേഴ്സൊക്കെ അവരുടെ അക്കോമഡേഷൻ, അതായത് ഈ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഉള്ളത് നമ്മൾ ഈ കാണുന്ന ബ്രിഡ്ജ് പോർഷനിലാണ്. നമ്മൾ പല ഷിപ്പിൻ്റെയും ബ്രിഡ്ജ് പോർഷനെ കണ്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാവിഗേഷൻ എക്യുപ്മെൻറ്റ്സും ഈ പറയുന്ന ബ്രിഡ്ജ് വിങ്സും ഇതെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ ഷിപ്പിൻ്റെ ഇപ്പോഴത്തെ രജിസ്ട്രേഡ് ഓണർ ഗോൾഡൻ ഗേറ്റ് ഷിപ്പിംഗ് ലിമിറ്റഡ് ആണ് ഈ കപ്പലിൻ്റെ രജിസ്ട്രേഡ് ഓണർ ഇപ്പോൾ നിലവിൽ. നേരത്തെ ഉള്ളത് നിലവിൽ ഷെൻഹുവ അല്ലെങ്കിൽ ഷെൻഹുവ 16ൻ്റെ സീരീസിൽപ്പെട്ട ഷെൻഹുവ 16 ആയിരുന്നു ഈ കപ്പലിൻ്റെ പേര്. ഇപ്പോൾ പൂർണ്ണമായിട്ടും ആ പേര് മാറിയിരിക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഈ കപ്പലിൽ കൊണ്ടുവന്ന ഒരു ക്രെയിനാണ് നമ്മുടെ പോർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ആ ക്രെയിനെ കാണാൻ സാധിക്കും. GRMG A05 എന്ന് പറയുന്ന ക്രെയിനാണ് നമ്മുടെ പോർട്ടിലേക്ക് ഇറക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ആ വർക്കുകളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും മണിക്കൂറുകളെടുക്കും. അതായത് 1-2 മണിക്കൂറുള്ള 4-5 മണിക്കൂർ എടുത്തിട്ട് തന്നെയാണ് വളരെ സാവധാനത്തിലാണ് ഈ ക്രെയിൻ കപ്പലിൽ നിന്നും പുറത്തേക്ക് ഇറക്കുന്നത്. ആ ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ ക്രെയിനുമായിട്ട് വരുന്ന കപ്പലുകളെല്ലാം നമ്മുടെ ബെർത്തിൻ്റെ പോർഷനും കപ്പലും തമ്മിൽ ഹൈറ്റ് വ്യത്യാസമുണ്ട്. ആ ഹൈറ്റ് വ്യത്യാസം നിലനിർത്തുന്നതിനാൽ അല്ലെങ്കിൽ ലെവലാക്കുന്നതിനാൽ കപ്പലിൽ വെള്ളം നിറച്ചതിന് ശേഷം ഈ പറയുന്ന ബെർത്തും കപ്പലിൻ്റെ പ്ലാറ്റ്ഫോമും തമ്മിൽ, അതായത് നിലവിൽ മൂവിങ് പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കപ്പലിനുള്ളത്. ആ മൂവിങ് പ്ലാറ്റ്ഫോമിൽ നിന്നും സ്റ്റേബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്ക് ക്രെയിൻ ഇറക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് തന്നെയായിരിക്കും അവരിറക്കുന്നത്. അതുകൊണ്ടാണ് നിലവിൽ 4-5 മണിക്കൂറാണ് ഈ ഒരു പ്രോസസ്സിനെ എടുക്കുന്നത്. ഞാൻ രാവിലെ വീഡിയോ എടുക്കാൻ ചെന്നിരുന്നതാണ്. കുറച്ച് സമയത്തിന് ശേഷമാണ് ഇത് ക്ലിയറായി വന്നിട്ടുള്ളത്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മുന്നിൽ കാണുന്ന ഡ്രഡ്ജർ, അതായത് വിഴിഞ്ഞം പോർട്ടിൽ ആദ്യം മുതലേ ഡ്രഡ്ജർ മെഷീനുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു കൊളംബോ പോർട്ടിൽ എവിടേക്കോ വർക്കിനായി കൊണ്ടുപോയതിന് ശേഷം ഈ അടുത്തിടെയാണ് ഡ്രഡ്ജർ മെഷീൻ ഇവിടേക്ക് വന്നത്. എന്നിട്ടും ഇതുവരെ ഡ്രഡ്ജ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഡ്രഡ്ജ് ചെയ്യേണ്ട കാരണം നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം. നമ്മുടെ NH66ഉം നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ ഇടയിലൂടെയുള്ള ഒരു കണക്ഷൻ റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ആ വർക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡീറ്റെയിൽ അപ്ഡേഷൻ തന്നെയാണ്. അവിടെ ധാരാളം നാച്ചുറൽ സാൻഡ് അല്ലെങ്കിൽ കടലിലെ മണൽ കൊണ്ട് ഡംപ് ചെയ്യുന്ന കാണാൻ സാധിക്കും ലോറികളിൽ. അപ്പോൾ ആ മണൽ നമുക്ക് നിലവിൽ ഇവിടെ ഇല്ല. അപ്പോൾ ഇതുപോലെ ഡ്രഡ്ജ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കാരണം നമുക്ക് ഇപ്പോൾ യാർഡ് പോർഷൻ്റെ വർക്കുകളെല്ലാം നമുക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് നിലവിൽ ഡ്രഡ്ജ് ചെയ്ത മണലില്ല. ഇടയ്ക്കിടയ്ക്ക് ഡ്രഡ്ജ് ചെയ്യാൻ വേണ്ടി ഡ്രഡ്ജ് ചെയ്ത ഭാഗത്ത് അഡീഷണലായി മണൽ അടിഞ്ഞു കൂടുന്ന പ്രക്രിയ വിഴിഞ്ഞം പോർട്ടിനില്ല. അതിനാൽ നമുക്ക് അങ്ങ് അഡീഷണൽ ഡ്രഡ്ജിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ ആ ഭാഗത്തേക്ക് ഫില്ല് ചെയ്യാൻ ധാരാളം മണൽ വേണ്ടി വരും. നമ്മൾ കണ്ടതാണ് നിലവിൽ ഈ പറയുന്ന കണക്ഷൻ റോഡിൻ്റെ ഭാഗത്തൊക്കെ കുളം പോലത്തുള്ള വലിയ വലിയ കുഴികളാണുള്ളത്. അപ്പോൾ ഇതൊക്കെ നികത്തിയെടുക്കണമെങ്കിൽ ധാരാളം മണൽ വേണ്ടി വരും. അതിനു വേണ്ടിയാണ് നിലവിലൂടെ ഡ്രഡ്ജ് ചെയ്ത് നമുക്ക് മണലെടുക്കുന്നത്. അപ്പോൾ 2 ഗുണങ്ങളുണ്ട്. നിലവിൽ നമുക്ക് ഒന്ന് ഈ നിലവിലുള്ള ആഴത്തിനെക്കാട്ടി കുറച്ചുകൂടി കടലിൻ്റെ ഈ പറയുന്ന പോർഷൻ്റെ ആഴം കൂട്ടാനും സാധിക്കും. മണലും നമുക്ക് ധാരാളമായി ലഭിക്കും. അതിനാണ് ഈ ഡ്രഡ്ജർ മെഷീൻ ഉപയോഗിച്ച് 2-3 ദിവസമായിട്ടുള്ള ഡ്രഡ്ജിങ് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ആ കണക്ഷൻ റോഡിൻ്റെ മണൽ ആവശ്യമായിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ സാൻഡ് ആവശ്യമായി വന്നു കഴിഞ്ഞാൽ ഡ്രഡ്ജിങ് മെഷീൻ ഡ്രഡ്ജർ നിർത്തുന്നതായിരിക്കും. ഇത് ആദ്യമായിട്ടാണ് തൊട്ടടുത്ത് തന്നെ നമുക്ക് ഡ്രഡ്ജർ മെഷീൻ അതിൻ്റെ ഔട്ട്പുട്ട് ഡോസൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതാ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെയൊക്കെ ഡ്രഡ്ജർ മെഷീൻ ഡ്രഡ്ജ് ചെയ്യുന്ന വീഡിയോ ഉണ്ടെങ്കിലും അന്ന് അധികം സൂമിങ് ഇല്ലാത്ത ക്യാമറയായിരുന്നു എൻ്റെ കയ്യിലുള്ളത്. ആദ്യം മുതൽ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി സൂമിംഗ് ഉള്ള ക്യാമറ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വളരെ വ്യക്തമായിട്ട് ഒരു ക്ലിയർ വിഷ്വൽ നമുക്ക് ലഭിക്കും. ഇതാണ് ഡ്രഡ്ജർ മെഷീൻ. ട്രജർ മെഷീൻ്റെ ഔട്ട്പുട്ട് ഓസ് പോകുന്ന നമുക്ക് നോക്കാം. എവിടെയാണ്
പറയുന്ന മണലും വെള്ളവും കൂടി കലങ്ങി മറിഞ്ഞു പോകുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് നമുക്കൊന്ന് കാണാം. നിലവിൽ ഇവിടെ വന്നതിന് ശേഷം ഈ ഭാഗത്തല്ല ഔട്ട്പുട്ട് ഹോസിൻ്റെ ആ വെള്ളമെല്ലാം പോകുന്നത്, കുറച്ച് അപ്പുറത്തായിരിക്കും. ഇവിടുത്തെ ധാരാളം എക്സ്കവേറ്റർ ഉണ്ട്. എക്സ്കവേറ്റർ നിർത്തി നമ്മുടെ ഈ കാണുന്ന നാച്ചുറൽ സാൻഡെല്ലാം ഒതുക്കി ഇടുന്നുണ്ട്. കണ്ട ഈ പറയുന്ന കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. 1-2 എക്സ്കവേറ്ററാണ് സദാസമയം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധാരാളം മണൽ നമുക്കിവിടുന്ന് ഡ്രഡ്ജ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഉണ്ടോ, എന്താ ഈ കുന്നുകൂടി കിടക്കുന്ന ഈ പോർഷനെല്ലാം നമ്മൾ ഡ്രഡ്ജ് ചെയ്തെടുത്താണ്. ലോറികളിലെ കൊണ്ടുപോകുന്നു. നമ്മൾ തൊട്ട് മുന്നേ 2-3 വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് ലോറികൾ അവിടെ കൊണ്ടുപോകുന്നത്. ഇവിടെയാണ് ഔട്ട്പുട്ട് ഹോസ് ഈ പറയുന്ന മണലും വെള്ളവും കലർന്ന ആ ഒരു ജലം ഇവിടെ കൂടി ഒലിഞ്ഞു പോകുന്നത് കാണാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മുടെ ഈ ചെറിയ എക്സ്കവേറ്റർ ഉപയോഗിച്ച് ആ മണൽ അതിൽ നിന്നും തരംതിരിച്ച് മാറ്റുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബാക്കിയുള്ള റിമൈനിങ് വാട്ടർ കടലിലേക്ക് തിരിച്ചും പോകുന്നുണ്ട്. ഇതാണ് ഇവിടെ നടക്കുന്ന ഇപ്പോഴത്തെ പ്രോസസ്സ്. ഓൾറെഡി നമുക്ക് പണ്ട് മുതൽ നമ്മൾ ഡ്രഡ്ജ് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തെല്ലാം മണൽ ധാരാളമായി കൂടിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും നമ്മൾ ലോറിയിലാക്കി നമ്മൾ ഈ പറയുന്ന NH66 കൊണ്ടുപോകുന്ന പ്രോസസ്സാണ് ഇനി ചെയ്യാനുള്ളത്. കാരണം ധാരാളം നാച്ചുറൽ സാൻഡ് വേണ്ടി വരും നമുക്ക് ആ പറയുന്ന ആ ഭാഗങ്ങളെല്ലാം നികത്തിയെടുക്കുന്നതിന്. NH66 കണക്ഷൻ റോഡിൻ്റെ വർക്ക് നടക്കുന്നതിന് കുറച്ച് മണൽ അധികമായിട്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടി ഡ്രഡ്ജിങ് ഒക്കെ നടക്കുന്നുണ്ട്. ഡ്രഡ്ജർ ഹോസിനെ നമുക്ക് കാണാൻ സാധിക്കും. അതൊരു കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, ധാരാളം വെള്ളം ഇങ്ങനെ വിടുന്നത്. പക്ഷേ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ധാരാളം ശംഖും ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് പണ്ട് മുതലേ. ഇനി നമുക്ക് ഈ പറയുന്ന നമുക്ക് ക്രെയിൻ ഇറക്കുന്ന പ്രോസസ്സിൻ്റെ വർക്കിലേക്ക് പോകാം. നിലവിൽ ചെറിയൊരു ക്രെയിൻ ഉണ്ട്. ആ ക്രെയിൻ ഉപയോഗിച്ചാണ് ചെറുതായിട്ട് പുള്ളി ചെയ്യുന്നതിന്. നമുക്കിപ്പോൾ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ആ പറഞ്ഞ GRMG A05 എന്ന് പറയുന്ന സീരീസിൽപ്പെട്ട ക്രെയിനാണത്. അതായത് നമ്മൾ കാൻഡിലിവർ, റെയിൻബോ, ഗ്രാൻഡി ക്രെയിൻ, യാർഡ് ക്രെയിൻ എന്ന് പറയുന്നതായിരിക്കും സത്യം. ഈ A05 എന്ന് പറഞ്ഞാൽ ഓരോ നമ്പർ അനുസരിച്ചാണ് നമുക്കറിയാം. A0, 1, 2, 3, 4 അങ്ങനെ. അതായത് A സീരീസിൽ ക്രെയിനുണ്ട്, B സീരീസിലുണ്ട്, C സീരീസിലുണ്ട്, D സീരീസിലുണ്ട്, E സീരീസിൽ, അങ്ങനെ 5 സീരീസിലെ ക്രെയിനുകൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ യാർഡ് പോർഷനിൽ നിരനിരയായി നിരത്തി വെച്ചിരിക്കുന്നത് നമ്മുടെ വീഡിയോയുടെ അപ്ഡേഷൻ എപ്പോഴും കാണുന്നതാണ്. അപ്പോൾ ആ 5 സീരീസിനും ഇപ്പം A ആണെങ്കിൽ A to 5 അങ്ങനെ ഈ 5 മുതലുള്ള 1, 2, 3, 4 അങ്ങനെ 5 വരെ ബാക്കായിട്ട് ഒന്നിൻ്റെ ബാക്കിലോട്ട് ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ക്രെയിനുകളെല്ലാം പോർട്ടിൽ നിരത്തിയിട്ടുള്ളൂ, യാർഡ് പോർഷനിൽ നിരത്തിയിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ആ A05 എന്ന് പറയുന്ന ക്രെയിനിൻ്റെ വീല് റൊട്ടേറ്റിംഗ് പോർഷൻസ് അത് തിരിച്ചു വെച്ചിരിക്കുന്നു. അതായത് നമ്മുടെ ഈ പറയുന്ന യാർഡിലേക്കല്ല ബെർത്തിൻ്റെ പോർഷനിലേക്ക് തിരിഞ്ഞു വന്നിരിക്കുന്നുണ്ടോ. അത് നേരത്തെ അങ്ങനെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒരു വലിയൊരു പാളമാണ്. അത് ഉപയോഗിച്ചിട്ടാണ് ഇത് ഞാൻ പറയുന്ന നമ്മുടെ കപ്പലിൻ്റെ പ്ലാറ്റ്ഫോമും നമ്മുടെ ഈ പറയുന്ന ബെർത്തിൻ്റെ പ്ലാറ്റ്ഫോം ലെവലാക്കിയിട്ട് അതിലൂടെ ഉരുട്ടി ഇറക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് മുതലേ അങ്ങനെയാണ്. ഈ ഇത്രയും ക്രെയിനൊക്കെ ഇറക്കി അങ്ങനെ തന്നെയാണ് ഇതും അങ്ങനെ തന്നെയാണ് ഇറക്കുന്നത്. ആ ഇറങ്ങുന്ന സമയത്ത് നിലവിൽ ഒരു ശകലം പോലും വെള്ളത്തിൻ്റെ ഓളം അങ്ങനെയൊന്നും വരാൻ പാടില്ല. വളരെ ശ്രദ്ധിച്ചും വളരെ കെയറോടെ തന്നെയാണ് ഇറക്കുന്നത്. ZPMCയുടെ ആൾക്കാർ തന്നെയാണ്, അവരുടെ ഡ്രസ് കോഡ് ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. അവർ തന്നെയാണ് ഇത് വളരെ സൂക്ഷിച്ച് തന്നെയാണ് ഇറക്കുന്നത്. STS ക്രെയിനായാലും യാർഡ് ക്രെയിനുകളായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 1-2 മണിക്കൂറൊന്നുമില്ല, എനിക്ക് തോന്നുന്നു നിലവിൽ 8-9 മണിക്കൂറൊക്കെ എടുക്കുന്നത്. കാലാവസ്ഥ ഇതെല്ലാം നോക്കിയിട്ട് തന്നെയായിരിക്കും അവരിപ്പോൾ. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു മഴയുണ്ട് ഇവിടെ, ചെറുതായിട്ട് മഴ തൂറ്റുന്നുണ്ട്. മഴ കൂടുമോ എന്നറിഞ്ഞില്ല. കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അതുവരയ്ക്കും നമുക്ക് എന്തൊക്കെയാണ് അവിടെ വർക്ക് നടക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ്. കാരണം വളരെ ദൂരം നിന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന മഴ ഉള്ളത് കാരണം ചെറിയൊരു ഫോഗ് പോലെ ഒന്ന് കാണാൻ സാധിക്കും, ഒരു മഞ്ഞ് പോലെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടാതെ. എന്നാലും നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് കുറച്ചെങ്കിലും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഇപ്പോൾ ഒരു ക്രെയിനും കൊണ്ടുകൊണ്ട് ZPMCയുടെ സ്റ്റാഫ് നമുക്ക് കാണാൻ സാധിക്കും. നിലവിൽ ആ പറയുന്ന വീൽസിൻ്റെ അവിടെയാണ് ആൾക്കാരുള്ളത്. അപ്പോൾ 4 സെക്ഷൻ വീൽസാണ് ഇതിനകത്തുള്ളത്. അതിൽ ഓരോന്നിലും എനിക്ക് തോന്നുന്നു 4 വീൽസ് വെച്ചാണ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് പാളത്തിലൂടെ ഇറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ 4 8 16 വീൽസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത് മറന്നുപോയി കറക്റ്റായിട്ട്. കാരണം പഴയ വീഡിയോ നമ്മൾ ഒന്നുകൂടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഞാൻ വ്യക്തമായിട്ട് കാൻഡിലിവർ, റെയിൻബോ, ഗ്രാൻഡി അല്ലെങ്കിൽ യാർഡ് ക്രെയിനിന് അടുത്ത് പോയി നിന്ന്, അതായത് നമ്മുടെ ഈ പറയുന്ന കണ്ടെയ്നറൊക്കെ ഇറക്കുന്നതിന് മുന്നേ ആയിട്ട് കാൻഡിലിവർ, റെയിൻബോണ്ടിന് അടുത്ത് പോയി നിന്ന് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അന്ന് മുതലേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പോർട്ടിനകത്ത് പോയി പെർമിഷൻ എടുത്തിട്ട് അകത്ത് പോയിട്ടാണ് വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് എല്ലാവരിലും എത്തിച്ച് ഈ ക്രെയിൻ എന്താണ് അല്ലെങ്കിൽ യാർഡ് ക്രെയിനുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ദയവായി എൻ്റെ ഓൾഡ് വീഡിയോ ഒന്ന് കയറി നോക്കിയാൽ
ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും. ഇപ്പോൾ അതുപോലുള്ള ആ ക്രെയിന് വളരെ സാവധാനത്തിൽ തന്നെയാണ് ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇറക്കുന്നതിനാവശ്യമായിട്ടുള്ള കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്, അതൊക്കെ നടത്തുകയാണ് കേട്ടോ. കുറച്ചുകൂടി സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീൽസ് കുറച്ചുകൂടി അടുത്ത് കാണാനേ സാധിക്കും കേട്ടോ. ഇതാണ് ആ വീൽസ്, ആ പറയുന്ന യെല്ലോ കളറിലിരിക്കുന്ന അതാണ് വീൽസിൻ്റെ പോർഷൻസ്. അവിടെയാണ് സ്റ്റാഫുകളുള്ളത്. കറക്റ്റ് ലെവലാക്കിയിട്ട് വേണം അതിങ്ങനെ ഇറക്കാൻ. ആ വർക്കുകളാണ് അവിടെ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ. ചെറിയ ചെറിയ ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ അതങ്ങനെ ഇറക്കാനായി സാധിക്കുകയുള്ളൂ. നമ്മൾ പറയും പോലെ വളരെ ഫാസ്റ്റായിട്ട് അത് അങ്ങനെ ഈ പറയുന്ന ക്രെയിൻ ഇറക്കില്ല. അത് വളരെ സാവധാനത്തിലും വളരെ സൂക്ഷ്മതയോടും തന്നെയായിരിക്കും ക്രെയിൻ ഇറങ്ങിയിരിക്കുന്നത്. 40 ടണ്ണോളം വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ക്രെയിന്. കാരണം ആ ക്രെയിനിൽ തന്നെ മാർക്കിംഗ് ഉണ്ട് 40 ടൺസ് എന്ന്. അത് മാക്സിമം കപ്പാസിറ്റി ആണോ നിലവിൽ ക്രെയിനിൻ്റെ വെയിറ്റ് ആണോ എന്നുള്ളത് നമ്മളെ പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ദയവായി ഒന്ന് മെസ്സേജ് അയയ്ക്കുക. ഇതാ ഇപ്പോൾ നമുക്ക് ആ പോർഷൻസ് ചെറുതായിട്ട് അത് പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതായത് നിലവിൽ ആ വീൽസ് ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങുകയും താഴുകയൊക്കെ ചെയ്യുന്നുണ്ട് ഉണ്ടോ. വളരെ പതുക്കെയാണ്, അതായത് വളരെ സാവധാനത്തിലാണ് അത് ആ വീൽസ് ഉരുണ്ട് നമ്മുടെ ഈ പറയുന്ന ബെർത്തിങ് പോർഷനിലേക്ക് വരുന്നത് ഉണ്ടോ. ആ വർക്കുകളാണ് അവരെ ബെൽറ്റ് ടൈറ്റ് ചെയ്യുകയും അങ്ങനെ പതുക്കെ കാരണം അപ്പം അതിലൂടെ ഇപ്പോൾ ലാഡറിലൂടെ ഒരാളെ മേളിലേക്ക് കയറിയിട്ട് താഴോട്ട് ഇറങ്ങുന്നുണ്ട്. ഈ ചെറിയൊരു ക്രെയിൻ വെച്ചിട്ടുള്ളത് ഈ ക്രെയിനാണ് ഈ പറയുന്ന ഹെവി റോപ്പ്. അതായത് ഈ റോപ്പ് എന്ന് എനിക്കൊന്നും അയൺ റോഡ്സ് ആണ് ഇതിൻ്റെ റോപ്പായിട്ടുള്ളത്. നമ്മൾ സാധാ കയറല്ല, അയൺ റോഡ്സ് പോലുള്ള റോപ്പാണ് ഈ പറയുന്ന ഈ ക്രെയിൻ ഉപയോഗിച്ച് പുള്ളി ചെയ്തിട്ടാണ് ഈ പറയുന്ന ഈ നമ്മുടെ ഈ പറയുന്ന യാർഡ് ക്രെയിനിനെ ബെർത്ത് പോർഷനിലേക്ക് ആക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഹെൽപ്പൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ കാണുന്ന ഇതുപോലെ 2-3 ക്രെയിനുകളുണ്ട്. കാരണം നേരത്തെ ഈ പറയുന്ന കപ്പലിൽ നിന്നും ക്രെയിൻ ഇറക്കുന്ന ധാരാളം വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത്രയും ക്ലിയർ ഒന്നുമില്ല. എന്നാലും ഇത് കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. പക്ഷേ വെയിലുണ്ടായിരുന്ന സമയത്താണ്, വെയിലായിരുന്നെങ്കിൽ നല്ല ക്ലിയർ കാണുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ ഫോഗും ചെറിയ മഴയുള്ള കാരണം നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയുടെ കുറവുണ്ട്. എന്നാലും നമുക്ക് അറിയാൻ സാധിക്കും എന്തൊക്കെയാണ് അവിടെ വർക്ക് നടക്കുന്നതെന്നുള്ളത്. ഇത് നമുക്ക് സ്ഥിരമായിട്ട് ഞാൻ പറയുന്ന പോലെ ചൈനയിലെ ഷാങ്ഹായിലെ ചാൻസിംഗലിൻ്റെ പോർട്ടിൽ നിന്നാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് ട്രെയിനുമായി കപ്പലുകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നത്. ആ പോർട്ടിലും തന്നെയാണ്, ചാൻസിംഗലിലെ പോർട്ടിലും തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ക്രെയിനും 100% ക്രെയിനുകളും അവിടെ തന്നെയാണ്. വേറൊരു പോർട്ടിലും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അതും ഷെൻഹുവ സീരീസിലെ കപ്പലുകൾ തന്നെയാണ് അത് മൊത്തം കൊണ്ടുവന്നിട്ടുള്ളത്. വേറൊരു കപ്പലും വന്നിട്ടില്ല. ഇപ്പോൾ നിൽക്കുന്ന കപ്പലും ഷെൻഹുവ 16 തന്നെയാണ്. മാനേജ്മെൻറ്റ് മാത്രം മാറിയിട്ടെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഗോൾഡൻ ഗേറ്റ് ഷിപ്പിംഗ് ലിമിറ്റഡ് എന്നുള്ള മാനേജ്മെൻറ്റിലോട്ട് മാറി എന്ന് തന്നെ ഉള്ളൂ. ബാക്കി വേറൊരു വ്യത്യാസവുമില്ല. ഷെൻഹുവ 16 തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കുറച്ചടുത്ത് നിന്ന് കാണാൻ ഒരു ലാഡറൊക്കെ ഈ പറയുന്ന ഒരു നിലവിൽ സ്റ്റാഫ് ZPMCയുടെ സ്റ്റാഫ് കൊണ്ടുപോകുന്ന കാണാൻ സാധിക്കും. ഇങ്ങനെ കുറേ സ്റ്റാഫുകൾ അവിടെ ഉണ്ട്. നിലവിൽ ആ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് വളരെ സാവധാനത്തിൽ. ഇതൊരു ചെറിയ ഞാനെടുത്ത് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. കാരണം ബാക്കിയുള്ള സമയത്തല്ല അവർ ഓരോ സ്ഥലത്തും നമുക്ക് എല്ലാ സ്ഥലവും, അതായത് ക്രെയിനിൻ്റെ 4 സറൗണ്ടിങ് ഏരിയയിലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. നമുക്കൊരു പർട്ടിക്കുലർ പോർഷൻ എടുത്തിട്ട് മാത്രമേ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് കുറച്ചുകൂടി, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്താണ് ക്രെയിൻ ഇറക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു പോർഷൻ. വേറെ പോർഷൻസ് കാരണം തൊട്ട് മുന്നിൽ വേറൊരു ചെറിയ ഷിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഷിപ്പ് മറഞ്ഞത് കാണാൻ സാധിക്കില്ല. ആ വീൽസിൻ്റെ പോർഷനിൽ ആ വീൽസ് സെറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വീൽസിൻ്റെ പോർഷനാണ് കറക്റ്റ് ചെയ്ത് 4 വീൽസിൻ്റെ പോർഷൻ കറക്റ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ബെർത്ത് പോർഷനിലേക്ക് അത് വരുന്നത്. അതിനു വേണ്ടിയുള്ള വർക്കുകളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ധാരാളം സ്റ്റാഫുകളുമുണ്ട്. അവരാണ് ഈ ക്രെയിന് ഇറക്കുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നിന്നും. കാരണം ഈ ഇത്രമാത്രം ക്രെയിനുകൾ നമ്മളെ പോർട്ടിൽ ഇറക്കിയത് കാരണം ഇത് കുറച്ച് ഈസിയൊന്നും പറയാൻ പറ്റില്ല. ഓരോ ക്രെയിൻ ഇറക്കുന്നതും വളരെ സൂക്ഷിച്ചാണ്. ഇത്രയും ക്രെയിൻ ഇറക്കിയെന്ന് പറഞ്ഞ് എക്സ്പീരിയൻസായി നമ്മുടെ പോർട്ടിൽ കുറച്ചുകൂടി വേഗത്തിൽ ഇറക്കാൻ അങ്ങനെ പറ്റില്ല. കാരണം ഈ പറഞ്ഞ ZPMCയുടെ ആൾക്കാരെല്ലാം നമ്മൾ ഈ കാണുന്ന ക്രെയിനുകളെല്ലാം പല പോർട്ടിലായിട്ട് അൺലോഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ പോർട്ടിൽ മാത്രമല്ല ധാരാളം പോർട്ടുകളിൽ ദിവസങ്ങളോളം എടുത്തും ചിലപ്പോൾ മണിക്കൂറുകളെടുത്തും ക്രെയിനുകൾ ഇറക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൽ ഫാസ്റ്റായിട്ടൊന്നും ഇറക്കാൻ പറ്റില്ല. അതിന് ഈ ക്ലൈമറ്റ് കൺട്രോൾ എല്ലാം കറക്റ്റായിട്ട് നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പറയുന്ന കപ്പൽ ഒരു ഇഞ്ച് പോലും അനങ്ങാത്ത രീതിയിൽ, അതായത് കണ്ടെയ്നർ ഇറക്കുന്നതിനെക്കാട്ടിയും സൂക്ഷിച്ചായിരിക്കും ഇറക്കും. കാരണം നിലവിൽ
നമ്മുടെ ഈ പറയുന്ന ക്രെയിൻ ഉള്ളത് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഫ്ലോട്ടിംഗ് ബാർജ് പോലെയുള്ള, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ആണ്, കപ്പൽ ഫ്ലോട്ടിംഗ് ആണല്ലോ, അനങ്ങുന്ന സ്ഥലമാണ്. അതിൽ നിന്നൊരു സ്റ്റേബിൾ ആയിട്ടുള്ള നമ്മുടെ ബെർത്തിൻ്റെ പോർഷനിലേക്ക് ഇറക്കുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ച് തന്നെയായിരിക്കും അവർ ഇറക്കുന്നത്. നമുക്ക് ആ സ്റ്റാഫിനെയൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ക്രെയിനും കാണാൻ സാധിക്കും. ക്രെയിൻ എന്ന് വെച്ചാൽ ചെറിയ ക്രെയിൻ നമുക്ക് കാണാൻ സാധിക്കും. ആ ക്രെയിൻ ഉപയോഗിച്ച് പുള്ളി ചെയ്തിട്ടാണ് ഈ ക്രെയിനെ ഇറക്കുന്നത്. എങ്ങനെയാണ് ഇറക്കുന്നതെന്നാണ് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉള്ളത്, എങ്ങനെയാണ് അത് ഇറക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വർക്കുകളെല്ലാം വളരെ സാവധാനത്തിൽ തന്നെയാണ് നടക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ടൊന്നും ഒരു വർക്കും നടക്കുന്നില്ല. കണ്ട ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഈ ഭാഗത്തായിട്ട് ഒരു സ്റ്റാഫ് ക്രെയിൻ്റെ ഈ ഭാഗത്തേക്ക് കയറുന്ന കാണാൻ സാധിക്കും. ലാഡർ ഉപയോഗിച്ച് മുകളിലേക്ക് കയറുന്ന കാണാൻ സാധിക്കും. ആ വീൽസ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 6-8 അടിയോളം, 8-10 അടിയോളം ഹൈറ്റ് ഉള്ളതാണ് ആ വീൽസ് പോർഷൻ ഇതൊക്കെ പറയുന്നത്. കാരണം നമ്മുടെ കാട്ടിയൊക്കെ ഹൈറ്റ് നിലവിലുണ്ട്. ഞാൻ പോർട്ടിൽ പോകുമ്പോഴൊക്കെ കാണുന്നതാണ്. നല്ല ഹൈറ്റുള്ള പോർഷനാണിത്. അത് നമ്മളെ റെയിൽ പാളം പോലത്തെ പാളത്തിൽ കൂടെയാണ് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ടും പിന്നോട്ടും നീങ്ങുന്നത്. അത് നമ്മളിപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടല്ലോ. കാരണം നമ്മളെ യാർഡ് ട്രെയിനുകളെല്ലാം കണ്ടെയ്നർ പിക്ക് ചെയ്ത് പോകുന്നതും അതെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്ന കാരണം നമുക്ക് തന്നെ ആ വർക്കിംഗ് പ്രൊസീജിയറൊക്കെ നമുക്കറിയാം, എങ്ങനെയാണത് മൂവ് ചെയ്യുന്നതെന്നും അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇതുവരെയായിട്ട് നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണാത്ത ഒരു പോർഷനാണ് ഈ കപ്പലിൽ നിന്നും ക്രെയിൻ ഇറക്കുന്ന ആ ഒരു പ്രൊസീജിയർ. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. കാരണം നമുക്ക് കുറേ സമയം നമുക്ക് വീഡിയോ എപ്പോഴും നമുക്ക് ഇതിനോടൊപ്പം തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അത്രയും മണിക്കൂർ അവിടെ അവർ സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ആ ക്രെയിന് ബാക്കിലേക്ക് പോകുന്ന കാണാൻ സാധിക്കുമുണ്ടോ? ആ ക്രെയിൻ അതാ ബാക്കിലേക്ക് പോവുകയാണ്. ഇത്രയും നേരം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ക്രെയിനാണത്. ബാക്കിലോട്ട് പോയിട്ട് ഇനി അത് എനിക്ക് തോന്നുന്നു അടുത്ത പുള്ളി ചെയ്യാൻ വേണ്ടി തന്നെയാണ്. കാരണം നിലവിൽ ഈ കാണുന്ന ക്രെയിനുകളെല്ലാം ക്രെയിനുകളെ പോലെ തന്നെ നമ്മൾ കപ്പലുകളെല്ലാം നിലവിൽ ഇപ്പോൾ മൂറിങ്ങിൽ നിൽക്കുന്ന റോപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഫുള്ള് ടൈറ്റ് ചെയ്ത് റോപ്പ് വെച്ചിട്ടുണ്ട്, കപ്പൽ അനങ്ങാത്ത രീതിയിൽ. എസ്കവേറ്റർ പോയിട്ട് അടുത്ത എസ്കവേറ്റർ അല്ല, ആ ക്രെയിന്, സോറി, എസ്കവേറ്റർ എന്ന് പറഞ്ഞപ്പോൾ എസ്കവേറ്റർ മാത്രമേ വായിൽ വരണുള്ളൂ. ആ ക്രെയിന് ബാക്കിലോട്ട് പോയിട്ട് ഇനി അടുത്ത് വേറൊരു ചെറിയ ക്രെയിനായിരിക്കും വരാൻ പോകുന്നത്. ഇങ്ങനെ 2-3 സെക്ഷൻ ക്രെയിനുകളുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കത് കണ്ട് പരിചയമുണ്ട്. കണ്ടോ, 2-3 ചെറിയ ക്രെയിനുകളും ആ ക്രെയിന് പിന്നെയും രണ്ടാമത് വന്നു. ഇനി അത് ഹോൾഡ് ചെയ്ത് പുള്ളി ചെയ്യാൻ വേണ്ടിയായിരിക്കും വരുന്നത്. ഇതുപോലത്തെ ക്രെയിൻ ഉപയോഗിച്ചാണ് നമ്മുടെ ഈ പറയുന്ന യാർഡ് ക്രെയിനെല്ലാം പുള്ളി ചെയ്ത് നമ്മുടെ ബെർത്തിങ് പോർഷനിലേക്ക് ആക്കുന്നത്. അത് നിലവിൽ ഒരു വർക്കിംഗ് സ്റ്റാഫ് അവിടെ ഉണ്ട്. പുള്ളി അതാ നിലവിൽ ക്രെയിനിൻ്റെ റോപ്പ് റിലീസ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഹൂക്ക് ആ ഹോൾഡിംഗ് പോർഷനിലേക്ക് എനിക്ക് തോന്നുന്നു അയൺ റോഡ്സ് റോപ്പാണ് ഇപ്പോൾ കണക്ട് ചെയ്യുന്നത്. അതെ, അതാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഈ പറയുന്ന ക്രെയിനിനെ പുള്ളി ചെയ്യാൻ വേണ്ടിയുള്ള അയൺ റോപ്പാണത്. അതിനി നിലവിൽ ഈ ഹൂക്ക് നമ്മുടെ ഈ പറയുന്ന ക്രെയിനിൽ കെട്ടിയതിന് ശേഷം പുള്ളി ചെയ്ത് വലിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മഴ കുറച്ച് കൂടി വരുവാണ്. നമുക്ക് നേരത്തെ ആയിരുന്നെങ്കിൽ വളരെ വേഗത്തിൽ അത് ഇറക്കിയിരുന്നെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. മഴ കൂടിയാൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം ക്യാമറയൊക്കെ നനയും. അത് തന്നെയാണ് അയൺ റോഡ്സ് തന്നെയാണ്, ഈ പറയുന്ന അയൺ റോഡ്സ് തന്നെയാണ് നിലവിൽ ഈ പറയുന്ന ക്രെയിനിനെ പുള്ളി ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു അതിനിപ്പം നിലവിൽ നേരെ കൊണ്ടുപോയി നമ്മുടെ ആ പോർഷനിൽ കൊടുക്കുകയായിരിക്കും. അത് ഹൂക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയായിരിക്കും ഈ ക്രെയിൻ ഇപ്പോൾ നിലവിലൂടെ കാണുന്നത്. ഉണ്ടോ? ശരി തന്നെയാണ്, അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അതിപ്പോൾ നേരെ പോയിട്ട് നിലവിൽ ഈ പറയുന്ന നമ്മുടെ ക്രെയിൻ ഹൂക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന നല്ല വെയിറ്റ് ഉണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഈ പറയുന്ന ക്രെയിനിൽ കൊണ്ടുപോകുന്നത്. ഇനി ഇത് കൊണ്ടുപോയിട്ടാണ് നിലവിൽ അത് ഹൂക്ക് ചെയ്തിട്ട് പുള്ളി ചെയ്യുന്നത്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് പുള്ളി എന്നുള്ളത്, അതൊന്ന് കാണാൻ വേണ്ടിയാണ്. പിന്നെ അത് മാത്രമല്ല, ഞാനൊന്ന് ഹോൾഡ് ചെയ്യുന്നത് അറിയാമെന്നുള്ളവർക്കും അറിഞ്ഞുകൂടാത്തവർക്കും ഒന്ന് കണ്ട് മനസ്സിലാക്കാമല്ലോ എങ്ങനെയാണ് എന്നുള്ളത്. അത് കാണാൻ വേണ്ടി തന്നെയാണ് ഒന്ന് ഹോൾഡ് ചെയ്ത് പോകുന്നത്. നിലവിൽ ആ ഹൂക്ക് അവിടെ കൊടുത്തു. ഇനി നമുക്ക് നോക്കാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.
മഴ ഉണ്ടായിട്ട് കൂടി ആ വർക്കിംഗ് സ്റ്റാഫുകൾ അവിടെ നിന്ന് വർക്ക് ചെയ്യുകയാണ്. നിലവിൽ നമ്മുടെ വിഴിഞ്ഞം സീപോർട്ടിലെ എല്ലാ വർക്കുകളും മഴയായാലും വെയിലായാലും കാറ്റായാലും മഞ്ഞായാലും തണുപ്പായാലും വെയിലായാലും ഒരേപോലെ തന്നെ വർക്ക് ഡേ നൈറ്റ് നടക്കുന്ന വർക്കുകളാണ്. നമ്മളിപ്പോൾ എപ്പോഴും കണ്ടാലും അങ്ങനെ കണ്ട. ഇപ്പോൾ നമ്മുടെ ഹൂക്ക് ചെയ്ത് കഴിഞ്ഞുണ്ടോ? ഇപ്പോൾ നിലവിൽ നമ്മളൊന്ന് കാരണം കുറേ എക്സ്റ്റെൻഡ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒന്ന് ഷൂട്ട് ചെയ്തുണ്ടോ. ഇപ്പോൾ നിലവിൽ അത് ഹൂക്ക് ചെയ്ത ശേഷം ഇങ്ങനെ പുള്ളി ചെയ്യും. ഇപ്പോൾ നമുക്ക് ആ ഹൂക്കൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ആ പറയുന്ന നമ്മുടെ കാൻഡിലിവർ റെയിൻബോയുടെ ഗ്രാൻഡ് ഗ്രീൻ A05 ഹൂക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ കൊണ്ടുപോയ അയൺ ഡ്രോപ്സ് ആണ് ഹൂക്ക് ചെയ്ത ശേഷം നമ്മൾ ഈ കാണുന്ന ക്രെയിൻ ഉപയോഗിച്ച് മുന്നിലേക്ക് വലിക്കുകയാണ്. അതോ വേണ്ട പുള്ളി ചെയ്താണ് നമുക്ക് കാണാൻ സാധിക്കും. പുള്ളി ചെയ്യുമ്പോൾ നിലവിൽ വളരെ സാവധാനത്തിൽ, ഒറ്റയടിക്കല്ല, വളരെ സാവധാനത്തിൽ ആ ക്രെയിന് ഇറങ്ങി നമ്മുടെ ബെർത്തിങ് പോർഷനിലേക്ക് വരും. ഇതിങ്ങനെയാണ് പുള്ളി ചെയ്യുന്നുണ്ടോ. ഇങ്ങനെ പുള്ളി ചെയ്ത് വിളിക്കും. ഓരോ പ്രാവശ്യം പുള്ളി ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും ഉണ്ടോ. ഇത് മണിക്കൂറുകളെടുത്തിട്ടാണ് ഈ പറയുന്ന ക്രെയിനുകൾ, STS ക്രെയിനുകളും യാർഡ് ക്രെയിനായാലും ഇറക്കുന്നത്. അപ്പം നമ്മളതിൻ്റെ കുറച്ച് പോർഷനാണ്. കാരണം ഞാൻ തന്നെ അവിടെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ട്. ആ 5 മണിക്കൂർ കൊണ്ട് ഓരോ പോർഷന് കട്ട് ചെയ്ത് എടുത്തിട്ടാണ് ഈ ഒരു 20-21 മിനിറ്റിലേക്ക് ആക്കിയത്. ഉണ്ടോ. ഓരോ പ്രാവശ്യം അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മളിങ്ങനെ നോക്കുക എന്തായി, പ്രോഗ്രസ് എന്തായി എന്ന് നോക്കുകയാണുണ്ടോ. ഇങ്ങനെയാണ് ഇത് പുള്ളി ചെയ്തെടുക്കുന്നത്. മഴ കുറച്ച് കൂടിയിട്ടുണ്ട്. നമ്മൾ ഈ കണ്ട മെത്തേഡിലൂടെ തന്നെയാണ് നിലവിൽ ഈ പറയുന്ന യാർഡ് ക്രെയിനുകളെല്ലാം ബെർത്തിൻ്റെ പോർഷനിലേക്ക് ഇറക്കി വെക്കുന്നത്, അല്ലെങ്കിൽ അൺലോഡ് ചെയ്ത് വെക്കുന്നത്. നിലവിൽ നമുക്കിപ്പോൾ ഇതേ കണ്ട മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ അയൺ റോപ്സ് ഉപയോഗിച്ച് നിലവിൽ ക്രെയിൻ്റെ 2 സൈഡിലായിട്ട് ഹൂക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മൾ ഈ കാണുന്ന പോലെ ചെറിയ ക്രെയിൻ ഉപയോഗിച്ച് വളരെ സാവധാനത്തിൽ മുന്നോട്ട് പുള്ളി ചെയ്യുമ്പോൾ നിലവിൽ നമ്മൾ ഈ കാണുന്ന ഈ പറയുന്ന ക്രെയിൻസിൻ്റെ വീൽസിൽ ഘടിപ്പിച്ച പാളവുമായിട്ട് ഇത് ലിങ്ക് ചെയ്ത് വളരെ സാവധാനം നമ്മുടെ ബെർത്തിങ് പോർഷനിലേക്ക് ഇറങ്ങി വരും. ഇങ്ങനെയാണ് പലപ്പോഴായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് ഹോൾഡ് ചെയ്തായിരിക്കും ചെയ്യുന്നത്. ആ സമയം കൊണ്ട് നമുക്കിപ്പോൾ നമ്മുടെ മുന്നിലൂടെ ഒരു ചെറിയ കപ്പൽ പാസ് ചെയ്ത് പോകുന്ന കാണാൻ സാധിക്കും. അതായത് വിഴിഞ്ഞം പോർട്ടിൽ ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ കപ്പലാണ് MSC ക്ലമന്റിന F എന്ന് പറയുന്ന കപ്പൽ. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പൽ MSCയുടെ ക്ലൗഡ് ജിറാഡറ്റ് ആണെങ്കിൽ ഏറ്റവും ചെറിയ കപ്പൽ നമ്മൾ നോക്കേണ്ടതാണ്. നമ്മൾ വലിയ കപ്പൽ വന്നപ്പോൾ ആഘോഷപൂർവ്വം നമ്മൾ സ്വീകരിച്ച് വലിയൊരു വാർത്താ പ്രാധാന്യം കൊടുത്തതുപോലെ തന്നെ വളരെ ചെറിയ ഷിപ്പ്, അതായത് ഇത്രമാത്രം 65ഓളം ഷിപ്പുകൾ നമ്മുടെ പോർട്ടിൽ വന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ ഫീഡർ വെസൽ, അതായത് നമ്മുടെ പോർട്ടിൽ വന്ന ചെറിയ ഫീഡർ വെസലാണ്. ഇനി ഇതിലും ചെറിയ ഫീഡർ വെസൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇതിലും ചെറിയ ഫീഡർ വെസൽ കാണുമായിരിക്കും. പക്ഷേ വിഴിഞ്ഞം പോർട്ടിൽ വന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ ഫീഡർ വെസൽ ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ നീങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ്. അത് ഷെയ്പ്പൊക്കെ നിങ്ങൾ നോക്കൂ, ഒരു വെറൈറ്റി ഷെയ്പ്പാണ്. ക്രെയിൻ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. MSC ക്ലമന്റിന F എന്ന് പറയുന്ന ബാഡ്ജിങ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന വിധത്തിൽ വളരെ സാവധാനം പോകുന്ന കപ്പലിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ചെറിയൊരു ഫീഡർ വെസൽ തന്നെയാണ് MSC ക്ലമന്റിന F എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ എനിക്ക് തോന്നുന്നു 8 മീറ്ററാണ് ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് എന്നെനിക്ക് തോന്നുന്നത്. ഇത് നമുക്ക് MSCയുടെ കണ്ടെയ്നറുകൾ ധാരാളമായിട്ട് കപ്പൽ നിരയായി അടുക്കി വെച്ചിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ഡെക്ക് പോർഷനെല്ലാം വളരെ ചെറുത് തന്നെയാണ്. MSC എന്ന് പറയുന്ന വലിയ ബാഡ്ജിങ് നമുക്കവിടെ കാണാൻ സാധിക്കും. ഇതാണ് MSC ക്ലമന്റിന F വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൽ വന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ കപ്പൽ എന്ന് പറയാൻ സാധിക്കും. ഒരു മദർഷിപ്പിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഇത് എത്രത്തോളം ചെറുതാണെന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ ഇതിന് മുന്നേയും വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മദർഷിപ്പിൻ്റെ അടുത്ത്, വലിയൊരു ഷിപ്പിൻ്റെ അടുത്തല്ല, വലിയൊരു ഫീഡർ വെസലിൻ്റെ അടുത്ത് ഈ ഒരു ചെറിയ ഷിപ്പ് വന്നപ്പോഴും ഇത് വളരെ ചെറുതായിട്ട് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ബ്രിഡ്ജ് പോർഷനൊക്കെ നമുക്ക് വലിയൊരു ബ്രിഡ്ജ് പോർഷൻ മാത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മദർഷിപ്പുകളെല്ലാം ബ്രിഡ്ജ് പോർഷൻ്റെ മുന്നിലും പിന്നിലും കണ്ടെയ്നർ ഉണ്ടെങ്കിൽ ഇത് ഏറ്റവും ബാക്കിലാണ് ബ്രിഡ്ജ് പോർഷൻ വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ബ്രിഡ്ജ് പോർഷൻ വരുന്നത്. ഇപ്പോൾ കപ്പൽ വളരെ സാവധാനം പോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ടഗ് ബോട്ടും നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ പോർട്ടിലെ പൈലറ്റിനെ തിരിച്ചു കൊണ്ടുപോകുന്നതിനാണ് ടഗ് ബോട്ട് വന്നിട്ടുള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ നിലവിൽ പോർട്ടിൻ്റെ പുറത്തേക്കൊന്നും പോയിട്ടില്ല. നിലവിൽ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷനിൽ എത്താറായിട്ടുണ്ട്. നമുക്കിതാ ഈ കപ്പലിൽ നിന്നും, അതായത് MSC ക്ലമന്റിന F നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഇദ്ദേഹമാണ് നമ്മുടെ പോർട്ടിലെ ക്യാപ്റ്റനായ മിസ്റ്റർ തുഷാർ. അദ്ദേഹത്തിൻ്റെ ടീമാണ് ഇതായി ഇറങ്ങി വരുന്നത്. അദ്ദേഹം ഇതാ ടഗ് ബോട്ടിലേക്ക് കയറുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഡോൾഫിൻ 27 ആണ്
ടെക് ബോർഡ് നയം, അതും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ ടെക് ബോർഡ് തിരിഞ്ഞു പോകുന്നത് കാണാൻ സാധിക്കും. അതായത് ഈ കപ്പലിന് 360 ഡിഗ്രിയിൽ തിരിയാനായിട്ട് സാധിക്കും. അതായത് ഫുള്ള് റൊട്ടേറ്റ് ചെയ്യാൻ, ഏത് ഭാഗത്തേക്ക് വേണോ ടെക് ബോട്ടുകൾക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അത് മെഷീൻ്റെ സഹായത്തോടെയാണ് അങ്ങനെ ഓട്ടോമാറ്റിക്കായി റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അത് ടഗിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം കപ്പലിനെ പോർട്ടിൻ്റെ പുറത്തു നിന്നും പോർട്ടിനകത്തോട്ട് ടൈ ചെയ്ത് കൊണ്ടുവരുന്നത് നമ്മൾ ഈ കാണുന്ന ടഗ് ബോട്ടുകളാണ്. അപ്പോൾ വളരെയധികം സവിശേഷതയുള്ള ടഗ് ബോട്ടിന് കാണും. ഇനി നമുക്ക് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷിപ്പിൻ്റെ ബൾബസ് ബോ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ബൾബസ് ബോ നമുക്ക് കുറച്ചുകൂടി, അതായത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ലെങ്കിലും കുറച്ച് നമുക്ക് കാണാൻ സാധിക്കും. ആ ബൾബസ് ബോയിൻ്റെ അടുത്ത് തന്നെ ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തിരമാല ഇല്ലാത്തതിനാൽ നമുക്ക് കടൽ ജലത്തെ കീറി മുറിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് പറയാം. കാരണം നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളത് കാരണം തിരമാല ഈ ഭാഗത്തില്ല കണ്ടോ. ബൾബസ് ബോ നമുക്ക് അതായത് എനിക്ക് തോന്നുന്നു 90% ബൾബസ് ബോ മുങ്ങിയാണ് പോകുന്നത്. ഒരു 10% ഉയർന്നു നിൽപ്പുണ്ട്. അതായത് കണ്ടെയ്നർ കപ്പൽ ഫുള്ളല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. MSC ക്ലമന്റിന F എന്ന് പറയുന്ന ബാഡ്ജിയും കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഫോർമാസ്റ്റ് നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നുണ്ട് ഫോർമാസ്റ്റ് എന്നൊക്കെ. ഈ കപ്പലിനും ഫോർമാസ്റ്റ് വളരെ ചെറുത് തന്നെയാണ്. അത് ഫോർമാസ്റ്റിൽ ഹോണുണ്ട്. ബാക്കി ക്രെയിൻ്റെ സിസ്റ്റംസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. 2 ക്രെയിനുകളാണ് ഈ കപ്പലിലുള്ളത്. MSCയുടെ ധാരാളം കണ്ടെയ്നറുണ്ട്. അതുമാത്രമല്ല ഡഗ് പോർഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഡെക്ക് പോർഷനിൽ സെൻട്രൽ പോർഷനൊക്കെ ഒഴിഞ്ഞു കിടക്കുക തന്നെയാണ്. കാരണം കുറച്ച് കണ്ടെയ്നറാണ് ഇത് കൊണ്ടുപോകുന്നത്. ചെറിയ ചെറിയ പോർട്ടിലേക്കൊക്കെ കൊണ്ടുപോകുന്നതിനാണ്. അതായത് നമ്മുടെ വലിയ ട്രാൻസ്ഷിപ്മെൻ്റെ ഭാഗമായിട്ടുള്ള പോർട്ടുകളിൽ നിന്നും, ഇൻ്റർനാഷണൽ സീ പോർട്ടിൽ നിന്നും ചെറിയ പോർട്ടുകളിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് ഫീഡർ വെസൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ പറയുന്ന കണ്ടെയ്നർ ഇരിക്കുന്ന ഡെക്ക് പോർഷൻ ഇത്തിരി ഹൈറ്റുള്ള പ്ലേസ് തന്നെയാണത്. വളരെ പഴക്കം ചെന്ന കപ്പൽ തന്നെയാണ് തോന്നുന്നു. 2004 ബിൽഡ് ചെയ്ത ഷിപ്പാണ്. 30/6/2004 ബിൽഡ് ചെയ്ത ഷിപ്പ് തന്നെയാണിത്. ഇതാണ് നമ്മുടെ ഈ കാണുന്ന നമ്മുടെ ഷിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രിഡ്ജ് പോർഷൻ. അവിടെയും MSC ക്ലമന്റിന F എന്നുള്ള ബാഡ്ജിയും നാവിഗേഷൻ സിസ്റ്റം, റഡാറും ബാക്കി എല്ലാ സിസ്റ്റവും നമുക്കവിടെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ പോർഷനിലാണുള്ളത്. ക്രൂ മെമ്പേഴ്സും ഈ പോർഷനിൽ തന്നെയാണുള്ളത്. ആ പോർഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ട എത്ര നിലയുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതുമാത്രമല്ല നമുക്ക് സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള സേഫ്റ്റി ബോട്ടും നമ്മളവിടെ കണ്ടിരുന്നുണ്ടോ. സേഫ്റ്റി ബോട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് കപ്പലിൻ്റെ ഏകദേശം നീളം. ഇപ്പോൾ കപ്പൽ നമ്മുടെ പോർട്ടിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ തിരമാലയുണ്ട്. അപ്പോൾ ഇപ്പോൾ തിരമാലകളെ കീറി മുറിച്ചു പോകുന്ന ബൾബസ് ബോയ് നമുക്ക് എടുത്തു പറയാം കേട്ടോ. നല്ല തിരമാല. ഇപ്പോൾ ബൾബസ് ബോയ് ഒന്നും കാണാനില്ല. കാരണം തിരമാല ഇങ്ങനെ അടിക്കുന്ന കാരണം ബൾബസ് ബോ അടിയിലായിട്ടുണ്ട്. അതൊന്ന് കാണാൻ നല്ല ഒരു മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു ആ ലെവലിൽ ബൾബസ് ബോയ് കാണുന്ന നേരത്ത്. ഇപ്പോൾ നമ്മുടെ പോർട്ടിൻ്റെ പുറത്ത് കപ്പൽ ചാലിലാണ് നിലവിലിപ്പോൾ ഷിപ്പുള്ളത്. മഴ കൂടിയതുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.